فالله يلفت انتباه خلقه إلى أن عطاء الربوبية من الله سبحانه وتعالى لهم يكفي ليؤمنوا بالله ويعبدوه. അള്ളാഹു യുൽഫിത്തു ഇന്തിബാഹ ഖൽഖി, സൃഷ്ടികളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു ഇതിലേക്ക്, ഇല അന്ന അത്ത റുബൂബിയ, അവൻ്റെ സംരക്ഷണാനുകൂല്യം എന്ന് പറയുന്നത് മിനല്ലാഹി സുബ്ഹാനഹു വ തആല, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അത് ലഹും യക്ഫി, അതവർക്ക് മതിയാകും, ലിയുഅ്മിനു ബില്ലാഹി, അള്ളാഹുവിനെ വിശ്വസിക്കാൻ അവൻ്റെ സംരക്ഷണാനുകൂല്യം തന്നെ മതിയാകും. വയഅ്ബുദൂ, അവനെ ആരാധിക്കാനും ഈ സംരക്ഷണാനുകൂല്യം നമുക്ക് കിട്ടുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പടച്ചനുണ്ട് എന്നും അങ്ങനെ അവനെ ആരാധിക്കാനും നമ്മൾ ബാധ്യസ്ഥനാകും. യഖൂലുൽ ഹഖ് സുബ്ഹാനഹു യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുൽ ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക. അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളായ ജനതയെയും സൃഷ്ടിച്ചതവനെയാണ്. ലഅല്ലക്കും തത്തഖൂൻ, എന്തിന്, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾ ആരാധിക്കുക എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ്, അല്ലദീ, അവനാകുന്നു, ജഅലലക്കുമുൽ അർള, അവൻ ഭൂമിയെ ഫിറാശൻ, വിരിപ്പാക്കിയിരിക്കുന്നു. വസ്സമാ, ആകാശത്തെ ബിനാഅൻ, കെട്ടിടമാക്കിയിരിക്കുന്നു. വ അൻസല മിനസ്സമായി, ആകാശത്ത് നിന്നും അവൻ വർഷിപ്പിച്ചിരിക്കുന്നു. മാ അൻ, വെള്ളം. ഫ അഖ്റജ ബിഹി മിനസ്സമറാത്ത്, ആ വെള്ളം കൊണ്ട് അവൻ മിനസ്സമറാത്ത്, ഒരുപാട് പഴങ്ങൾ, കായ്ക്കനികളെ അവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു. റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഭക്ഷണമായിട്ട്. ഫലാ തജാലു, അതുകൊണ്ട് നിങ്ങൾ ഫലാ തജാലു ലില്ലാഹി അന്താദ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് തുല്യനായിട്ട് മറ്റൊരാളെയും ആക്കരുത്, അള്ളാഹുവിന് തുല്യരായി മറ്റൊരാളെയും കാണരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണല്ലോ. ഫഹുവ ഖലഖന, അവനാണ് നമ്മളെ സൃഷ്ടിച്ചത്. ലിനഅ്ബുദഹു, അവൻ ആരാധിക്കാനാണ് അവൻ സൃഷ്ടിച്ചത്. മുസ്ദാഖൻ ലിഖൗലി, അള്ളാഹു പറഞ്ഞതുപോലെ, ഒമാ ഖലഖ്തുൽ ജിന്ന, ഞാൻ ഒരു ജിന്നിനെയും വല്ലിൻസ, ഒരു മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഒരാളെ ഞാൻ സൃഷ്ടിച്ചില്ല എന്ന് പടച്ചൻ പറയുകയാണ്.